നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മേഘാലയയിലെ മെല്ലിം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആട്ടോ, അടിപൊളി. നാളെ ബുൾസ് ട്രക്കിൻ്റെ ഒരു ഓപ്പോസിറ്റിലുള്ള നമ്മളൊരു എന്താ പറയുക ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെ ബാക്കിൽ നമ്മളെ ബ്രോ ഉണ്ട്. ഇതൊരു ലോക്കൽ പറഞ്ഞു വന്ന സ്ഥലമാട്ടോ, സ്ഥലത്തിലൊന്നാണ് വെല്ലിം എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് വേറെ റിസോർട്ട് ഉണ്ട്, നമ്മളെ ഒരു ബയ്യൻ്റെ റിസോർട്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് എത്തുമോയെന്ന് അറിയില്ല. ഇതാ കാണുന്ന റിസോർട്ടാണ് കേട്ടോ നമ്മൾ ബയ്യൻ്റെത്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മളെ ബ്രോ പറഞ്ഞുതരും. ഇതാണ് നമ്മളെ ബോട്ട്മാൻ, നമ്മളൊരു ഫ്രണ്ടാണ്. നമുക്ക് ബോട്ടിൽ നമുക്ക് ഫുൾ സഫാരിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നത് ഇവരാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇങ്ങോട്ട് വരുന്ന ചാർജ് കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എന്നാലും ഒരു 100 രൂപ കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പേരും കാര്യങ്ങളും ചോദിച്ചു നോക്കാം. आपका नाम? हाय वॉन्सन, आपका घर किधर है? होम पास में है ना? ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ, കാശി ലാംഗ്വേജ് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ കേട്ടോ. നമ്മളെ പുറത്തുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല, ഈ വില്ലേജ് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. നമ്മളെ മേഘാലയ തന്നെയാണ് ഈ സ്ഥലം, പക്ഷേ മേഘാലയ ഭാഷയിൽ ഒരുപാട് ഭാഷ കലർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ ഭാഗത്തുള്ള ആൾക്കാർ കാശി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ബാഗാണ് കേട്ടോ അത്. ഓക്കെ, എന്തായാലും ഒരു 30-35 കിലോ എന്തായാലും ഉണ്ടാവും. പണ്ടത്തെ ട്രക്കിൻ്റെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. മസ്റ്റ് വിസിറ്റ് ചെയ്യണം അല്ലേ? അടിപൊളി സ്ഥലം ഗൈസ്. മെലിം വാന്യംഗ്ലൻ. പിന്നെ റിസോർട്ട് आपका? ഓക്കെ, ഏതായാലും കുക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ നടത്തുന്ന സ്പോട്ടാട്ടോ ഇത്. അല്ല, മറ്റവൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അടുത്തത് കാണിച്ചു തരണ്ട് കേട്ടോ. മസ്റ്റ് വിസിറ്റ് ആണ് അല്ലേ? അടിപൊളി സ്പോട്ടാണ്. പക്ഷേ വീഡിയോസ് രാത്രിയായി പോയി ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അടിപൊളിയല്ലേന്നോ? സ്പോട്ടായിരുന്നു. ഇറ്റുള്ള ബാഗാണ് രണ്ടും. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബോട്ട് നേരെ പൊന്തി, ഫ്രണ്ട് ഭാഗം നേരെ പൊന്തി എൻ്റെ നെഞ്ചത്ത് വന്ന് ഇടിച്ചു. അത് ഇടിച്ചതിൽ ഞാൻ നേരെ പോയി. പക്ഷെ പിടിച്ചോണ്ട് എനിക്ക് ബാലൻസ് കിട്ടിയില്ല. കാരണം പിടിച്ചോണ്ട് കാര്യം എന്ന് വെച്ചാൽ ബോട്ടിൽ പിടിച്ചുകൊണ്ട് നമ്മള് എന്നെ തന്നെ സേവ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഈ ബാഗിന്റെ വെയിറ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. നമ്മള് ബാക്കിലോട്ട് പോയ കാരണം വെള്ളത്തിലേക്ക് നമുക്ക് ഇൻ കേസ് ഞാൻ എന്റെ പിടിവിട്ട് കാണിച്ചെങ്കിൽ നേരെ മുങ്ങിപ്പോയാനെ. പക്ഷെ നല്ല ആഴുണ്ട് കേട്ടോ, നല്ല ആഴുണ്ട്. കാല് പോലും മൂട്ടിയിരുന്നില്ല, നല്ല ആഴുണ്ട്. ഈ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ഈ സൈഡ്, ഇത് വെള്ളം ഒക്കെ ചെക്ക് ചെയ്യണം കേട്ടോ നമ്മളെ ബ്രോ. ഫുള്ള് വെള്ളല്ലേ. നമ്മൾ തുടങ്ങി ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ടെൻറ്റ് പിച്ച് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇതാണ് നമ്മളെ സ്പോട്ട് ഉണ്ടോ. ഫസ്റ്റ് നമ്മൾ ഒരു കവർ ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. അതിൽ മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്തെങ്കിലും നമ്മളെ കല്ലോ അങ്ങനെ എന്തെങ്കിലും കുത്തിക്കയറണ്ടല്ലോ വെച്ചാൽ ടെൻറ്റിൽ പിച്ച് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ടെൻറ്റാണ് കേട്ടോ. ഇതാണ് നമ്മളെ ടെൻറ്റ് കേട്ടോ, ഹോങ്കണിൻ്റെ UL 2P നമ്മളെ പുറത്തുള്ള ടെൻറ്റാണ്. അപ്പോൾ പിന്നെ വെയ്റ്റ്ലെസ്സും ആണ്. നമ്മൾ ട്രാവലിങ്ങിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ എല്ലാം വെയ്റ്റ്ലെസ് ആക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ടെൻറ്റാട്ടോ ഞാനിത്, UL 2P. ഓക്കെ, നമ്മളേതായാലും പിച്ച് ചെയ്യട്ടെ. ഇവിടെ ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ വെയിറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു അലുമിനിയം, അല്ലാതെ ബാക്കി ഒരു വെയിറ്റും ഇല്ല. നമ്മളതിൻ്റെ ക്ലോത്ത് എന്ന് വെച്ചാൽ ക്ലോത്തും അധികം വെയിറ്റ് ഇല്ല, നൈലോണാണ് വരുന്നത് കേട്ടോ, നൈലോൺ. അങ്ങനെ ടെൻറ്റിൻ്റെ ഏകദേശം സെറ്റായി. സ്ട്രാപ്പ് ഉണ്ട് കേട്ടോ, അപ്പോൾ സ്ട്രാപ്പ് ഇടട്ടെ. ടെൻറ്റ് ഏകദേശം റെഡിയായി. ഇനിയാണ് നമ്മളെ മുകളിലത്തെ റെയിൻ പ്രൂഫ് ഷീറ്റ്
വാട്ടർ പ്രൂഫ് ഷീറ്റ് ഇരിക്കുന്നത്. ക്ലിപ്പാണ് കേട്ടോ വരുന്നത്. നമ്മളെ ബാക്കിലും ഒക്കെ ക്ലിപ്പാണ് വരുന്നത്. സെറ്റ്. ഇത് ഇവിടെ അടിക്കണം. ഓക്കെ, മൊത്തം പിന്നാട്ടോ. അത് അഴിക്കണം എന്നുണ്ടെങ്കിലും കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇത് ഷൂ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസാണ്. ഷൂ, ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ്. കണ്ണിൽ പുകയാണ് വിചാരിക്കരുത്. ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് ആട്ടോ. എൻ്റെ ടെൻറ്റാണിത്, നമ്മളെ ബ്രോൻ്റെ ടെൻറ്റ്. ഇതാ ഫ്രണ്ടിക്ക് കാണുന്നുണ്ടോ അതിൽ? എടാ ടോർച്ചൊന്നും അടിച്ചാ? പിന്നെ നമ്മളെ കറി. എടാ അതിൻ്റെ റഫും തുറന്ന കറി. അങ്ങനെ ദാല് റെഡിയായി. ദാല് ഫസ്റ്റ് റെഡിയായി. പിന്നെ നമ്മൾ ചോറ് റെഡിയാക്കി. ഇതുണ്ടോ, ചോറ് റെഡിയാക്കി. അപ്പം നമുക്ക് ഇനി ഇരിക്കല്ലേ, കഴിക്കാം. ഇതുണ്ടോ, അങ്ങനെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇല്ല, നല്ല മഞ്ഞുണ്ട്. ഓ, നല്ല സൂപ്പർ മഞ്ഞാട്ടോ. പൊടിയായിട്ട് പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഏതായാലും ഇനി വേഗം കഴിച്ചിട്ട് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറട്ടെ. ചിലപ്പോൾ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. മഞ്ഞുണ്ടെങ്കിൽ മഴ പെയ്യൂല എന്നാണ് പറയുന്നത്, പക്ഷെ അറിയില്ല. എന്തായാലും നമ്മൾ വേഗം കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ വേഗം കയറണം. ഓക്കെ.